പക്ഷെ എന്തിനാണ് ഈ ഗുരുക്കന്മാർ ഇന്ന് ഇപ്പോൾ ഗുരുക്കന്മാരുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പല ആളുകൾക്കും അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഡോക്ടർമാരും മറ്റു കാര്യങ്ങളുമില്ലേ? ഗുരുക്കന്മാർ ആവശ്യമുണ്ടോ നിങ്ങൾ ചോദിച്ചിട്ട് അങ്ങനെയാണ് ഈ 45,000 കുടുംബം എൻ്റെ അടുത്ത് വരുമോ? അതിന് നല്ലൊരു സൈക്കോളജി ഡോക്ടർമാരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടാൽ പോരെ? നടക്കുമോ? സൈക്കോളജിക്ക് മരുന്ന് കൊടുക്കണ എവിടെയാ നിങ്ങൾ പറഞ്ഞു? ഈ മനസ്സെവിടെയിരിക്കുന്നത്? മനസ്സൊരു തോന്നൽ മാത്രമാണ്. നമ്മൾ ബ്രെയിനിന്റെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാത്ത ഒരു സാധനത്തിന് അങ്ങനെ ഒരു പേര് മനസ്സിനെ സയന്റിഫിക്കലായിട്ട് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അതെ, അപ്പൊ പിന്നെ സയൻസ് പറയാൻ പറ്റാത്ത എന്തോരം കാര്യങ്ങൾ ആത്മീയത ഇവിടെ പ്രൂവ് ചെയ്യണു. തസ്മയ ഗുരുജിയും അതേപോലെ ചണ്ടാള ബാബയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കം ഉണ്ടാകും. ഞാൻ വാക്കുതർക്കം ഉണ്ടാക്കിയില്ല. അദ്ദേഹം പ്രൊവോക്ഡായി എന്തൊക്കെയോ പറഞ്ഞു, കുറെ ശബ്ദം ഉയർത്തി പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരും ശബ്ദം ഉയർത്തി പറഞ്ഞു. പല ആളുകളും പറയുന്നുണ്ട്. എവിടെ? ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചണ്ടാള ബാബയല്ല ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോ ബ്രഹ്മജ്ഞാനി എന്നല്ല, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ തസ്മയ ഗുരുജി ഇപ്പോ അങ്ങയുടെ ശിഷ്യന്മാരെ ഇന്ന് പണം വാങ്ങിക്കാറില്ലേ? അപ്പോൾ അതൊരു കച്ചവടമല്ലേ? ഇത് കച്ചവടം എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് എത്രയോ പ്രാവശ്യം ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. എന്നെ സംരക്ഷിക്കേണ്ടത് ഒരു രാജാവായിരുന്നു. ബ്രഹ്മജ്ഞാനിയായ ഗുരുക്കന്മാരെ പണ്ട് സംരക്ഷിച്ചിരുന്ന രാജാക്കന്മാരാണ്. എന്നെ കേരള ഗവൺമെൻറ് ഏറ്റെടുത്തോട്ടെ, എനിക്കൊരു പൈസയും വേണ്ട, എനിക്കൊരു ഫെസിലിറ്റിയും വേണ്ട. എനിക്ക് ജീവിക്കാനുള്ളതും എൻ്റെ കാര്യങ്ങളും ഗവൺമെൻറ് ജീവനക്കാർ, ഒരു പണിയും ചെയ്യാത്ത ഗവൺമെൻറ് ജീവനക്കാർക്ക് ഇവിടെ സർക്കാർ പെൻഷൻ കൊടുക്കുന്നു അല്ലേ? ഒരു പണി അവർ ചെയ്യണില്ല. നിങ്ങൾ ആ RTO ഓഫീസിലൊന്ന് പോയി നോക്കി, മുഴുവൻ യന്ത്രവൽക്കരിച്ചേക്കാണ്, കംപ്ലീറ്റ് ഓൺലൈനാണ്. ഒരു പണിയില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇവർക്ക് എന്തിനു വേണ്ടി അത്രയും ശമ്പളം ഇത്രയും പെൻഷനും കൊടുക്കുന്നത്? ഇല്ല എന്ന് പറഞ്ഞ് ഓടിക്കാനാ? പക്ഷേ ടെക്നോളജികൾ വരുമ്പോൾ അത് പ്രവർത്തിപ്പിക്കാനും ആളുകൾ ഇത് എന്ത് പ്രവർത്തിപ്പിക്കുന്നത്? മുഴുവൻ പുറത്തുനിന്നാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ആ സാധനം അവർ വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു വെരിഫിക്കേഷനും ഇല്ല. രണ്ടാമത് വീണ്ടും നമ്മളെ ഓടിക്കും. 4 പ്രാവശ്യം നമ്മളെ കയറ്റി ഇറക്കിക്കും. ഇവരൊന്നും ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്യാതിരിക്കുന്നവരല്ല. നമ്മളതുപോലെയല്ല. നമ്മളെ സംരക്ഷിക്കേണ്ടത്, ഞാൻ പറഞ്ഞു, ഇങ്ങനെ ജോലി ചെയ്യാത്തവർക്ക് പെൻഷൻ കൊടുക്കുക. എത്ര ആത്മീയ ഗുരുക്കന്മാർ ഇവിടെയുണ്ട്. അവരെ മനസ്സിലാക്കി സർക്കാർ തിരിച്ചറിഞ്ഞിട്ട് എങ്ങനെ ഒരു ഇൻ്റർവ്യൂ ബോർഡ് ഉണ്ടാക്കാൻ അറിവുള്ളവർ വേണ്ടേ? നമ്മൾ കഴിവുണ്ടോയെന്ന് മനസ്സിലാക്കിക്ക്, സ്വന്തം വന്നിരിക്കുക. ഞാനീ പറഞ്ഞ സത്യമാണോ എന്ന് അറിയാലോ. പക്ഷെ എന്തിനാണ് ഈ ഗുരുക്കന്മാർ ഇന്ന് ഇപ്പോൾ ഗുരുക്കന്മാരുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പല ആളുകൾക്കും അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഡോക്ടർമാരും മറ്റു കാര്യങ്ങളുമില്ലേ? ഗുരുക്കന്മാർ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ട് അങ്ങനെയാണ് ഈ 45,000 കുടുംബം എൻ്റെ അടുത്ത് വരുമോ? നിങ്ങൾ പറ, ഗുരുക്കന്മാർ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. ഇല്ല എന്ന ആൻസർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ 45,000 കുടുംബത്തെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നതല്ല. ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ 2 ഇൻ്റർവ്യൂ തന്നേച്ച് പോണേ ഉള്ളൂ അല്ലേ? ഇത് കാണുന്നവർ എന്നെ തേടി വരുന്നുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് ഇതിനകത്തുനിന്ന് ഒരു ബെനിഫിറ്റും കിട്ടാത്തവനെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്യും. നിങ്ങൾ പറയണ പണി ഞാൻ ചെയ്യും. അത് ഗുരുജിയുടെ അടുത്ത് വന്നിട്ട് ബെനിഫിറ്റ് ഉണ്ടാവാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന്? അങ്ങനെ ഒരാളില്ല. ഞാൻ പറയുന്ന രീതിയിൽ ജീവിക്കണം. അങ്ങനെ ഏതെങ്കിലും കള്ളുടിനെ പോയി പൊക്കിയെടുത്തിട്ട് വന്നേ കണ്ട നാളെ അങ്ങനെ ഒരാളില്ല. കാരണം ഞാൻ പറയുന്നത് അത്ര കർക്കശമായ കാര്യങ്ങളാണ്. എന്തിനാണ് ഈ ശവക്കറി എന്ന് പറയണത്? ഞാൻ ചെയ്യുന്ന കാര്യത്തിന് റിസൾട്ട് വേണമെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയാലേ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഇന്നലെ വരെ തോന്നിവാസം ജീവിച്ചിട്ട് ഇന്ന് നിങ്ങൾ കയറി വന്നു, നാളെ എനിക്ക് അനുഭവം വേണം, നാളെ കഴിഞ്ഞാൽ വീണ്ടും ചീത്തയാവുമെന്ന് പറഞ്ഞാൽ നടപ്പില്ല. അതിന് നല്ലൊരു സൈക്കോളജി ഡോക്ടർമാരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടാൽ പോരെ? നടക്കുമോ? അപ്പോൾ ഈ സൈക്കോളജിക്ക് മരുന്ന് കൊടുക്കണ എവിടെയാണ് നിങ്ങൾ പറഞ്ഞു? സൈക്കോളജിക്കൽ പ്രോബ്ലം എവിടെയായിരിക്കണം? നമ്മുടെ ശരീരത്തിലാണോ അതെയോ മറ്റേതെങ്കിലും ഒരു തലത്തിലാണോ? നമ്മുടെ ബ്രെയിനിന്റെ ഓരോ പ്രശ്നങ്ങളാണ്. ഓരോ പ്രശ്നങ്ങളാണ്. ഓരോ കെമിക്കൽ ഇംബാലൻസിങ് എന്നാണ് നമ്മൾ പറയണത്. എന്നിട്ട് നമ്മൾ ശരീരത്തിന് മരുന്ന് കൊടുക്കും. അപ്പം മനസ്സ് സ്വസ്ഥമാവും. ഈ മനസ്സ് എവിടെയായിരിക്കണേ? മനസ്സൊരു തോന്നൽ മാത്രമാണ്. നമ്മൾ ബ്രെയിനിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും പറയാൻ വേണ്ടിയിട്ടുള്ളൊരു പേര്. അങ്ങനെ ഒരു പേരുണ്ടോ? സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാത്ത ഒരു സാധനത്തിന് അങ്ങനെ ഒരു പേര്? മനസ്സിനെ സയന്റിഫിക്കലായിട്ട് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അതെ, അപ്പൊ പിന്നെ സയൻസ് പറയാൻ പറ്റാത്ത എന്തോരം കാര്യങ്ങൾ ആത്മീയത ഇവിടെ പ്രൂവ് ചെയ്യണു. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ആത്മീയതയെ നിങ്ങൾ മാറ്റിക്കളയണത്? സയൻസും ആത്മീയതയും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ അതിനൊരു ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവരുടെ ഈ പ്രശ്നം തന്നെ നിങ്ങളുടെ പ്രശ്നം. ഞാൻ ഒരുപാട് ഗുരുക്കന്മാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ ഗുരുക്കന്മാരെല്ലാം പറയുന്നത് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുന്നതാണ്, ആണ്, പീസ് ഓഫ് മൈൻഡ് മാത്രമാണ്. ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അതിപ്പോൾ കാശുള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കല്ലേ ഇത് കഴിയുള്ളൂ. അതെങ്ങനെയാന്ന് നിങ്ങൾ എൻ്റെ ആശ്രമത്തിലേക്ക് വന്ന് നോക്ക്, എല്ലാവരും കഠിനാധ്വാനികളാണ്. എൻ്റെ ആശ്രമത്തിൽ ആരും ഉറങ്ങി വെറുതെ പള്ള എനിക്ക് കുടവേറുണ്ടോ? ഇല്ല. ആരോഗ്യമില്ലേ? കൈ നോക്ക്, ഇല്ലേ?
എൻ്റെ ആശ്രമത്തിൽ ഒരാളും പള്ളയും വീർപ്പിച്ച് വെറുതെ തിന്ന് ഇങ്ങനെ ഇരിക്കണവരില്ല. സകലരും കഠിനാധ്വാനികളാണ്, എല്ലാവരും ഗൃഹസ്ഥരാണ്. ഈ അന്നത്തെ അന്നത്തിനുള്ള വക കണ്ടെത്താൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ പീസ് ഓഫ് മൈൻഡ് ഇരിക്കാൻ കഴിയും? എല്ലാവരും അന്നത്തിനുള്ള മാർഗം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളൊന്ന് വന്ന് നോക്ക്. അവിടെ ഞാൻ ഒരാളോടും കള്ളത്തരം ചെയ്യാൻ പറയില്ല, ഒരു വൃത്തികേട് പറയില്ല. ചെയ്യുന്ന ജോലി ധർമ്മത്തിൽ ചെയ്യണം, അത്രേ പറയണുള്ളൂ. അനേക കഥകൾ നമ്മുടെ പുരാണങ്ങളിൽ പറയേണ്ട, ആ കഥയൊക്കെ ഇവിടെ പറഞ്ഞ ആളുകളെ ബോറടിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ആ കഥകളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ കേട്ടിട്ടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം മാറിപ്പോകും. ഇവിടെ വെറുതെ ഈ കുപ്പിയിലെ ഭൂതത്തിൻ്റെ കഥയൊന്നുമല്ല അവിടെ ഇരുന്ന് പറഞ്ഞേ. റിയൽ ആത്മീയത എന്താണെന്ന് അനുഭവിച്ചറിയാണ്. ഇത്രയും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് നമ്മൾ എന്തിനാ അപ്പുറം ഇപ്പുറം ഇരുന്നുകൊണ്ട് ഇങ്ങനെ വെറുതെ ചർച്ച ചെയ്യണത്? നിങ്ങളിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവിക്കാവുന്നേ ഉള്ളൂ. ഞാൻ അപ്പുറം വന്നിട്ട് നിങ്ങൾ അനുഭവിക്കാനോട്ട് പറ്റൂല. പക്ഷെ എല്ലാവർക്കും അതിൻ്റെ ആവശ്യകതയില്ല എന്നതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. എല്ലാവർക്കും ആവശ്യമുള്ള, നിങ്ങൾ പല്ല് കേൾക്കണില്ല, ഞാൻ പല്ല് കേൾക്കണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ വായിൽ നിന്ന് ദുർഗന്ധം വരണം, നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ വായിൽ നിന്ന് ദുർഗന്ധം വരണം നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങളോട് പറയും നിങ്ങളൊന്ന് പല്ല് തേക്ക്, നിങ്ങൾ പല്ല് തേച്ചില്ലേ എനിക്ക് കൂടി ബുദ്ധിമുട്ടാന്ന് പറയും. ഞാൻ പല്ല് തേക്കാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്, എൻ്റെ വായല്ലേ എന്ന് പറയും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ അക്ഷമരായിട്ട് അല്ലെങ്കിൽ ഈ നടക്കുന്ന എല്ലാ പ്രവർത്തനത്തിൻ്റെയും പ്രതിഫലനം ഒരു കുളത്തിലേക്ക് കല്ലിടുന്ന പോലെയാണ്. ഞാൻ ആത്മീയതയിൽ ബ്രഹ്മജ്ഞാനിയാണെന്നുകൊണ്ട് ഞാൻ പൊത്തിപ്പോയിരിക്കുകയല്ല, ഞാൻ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുക അല്ലേ. അപ്പോൾ ഇവിടുത്തെ ട്രാഫിക്, ഇവിടുത്തെ പൊല്യൂഷൻ, ഇവിടുത്തെ ഈ എന്താ പറയുക മത്സ്യമാംസങ്ങൾ, ഈ ഷോക്കേസസ്, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന അധർമ്മം, ഇതെല്ലാം എന്നെയും ബാധിക്കുകയാണ്. എന്താ ഞാൻ എനിക്കിപ്പോൾ 52 വയസ്സായി. ഇത്രയും വർഷത്തിനുള്ളിൽ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. എന്താ ഈ മാറി വന്ന ഭരണം എന്നെ ബാധിക്കണില്ലേ? നിങ്ങൾ പറ. അപ്പം ഞാൻ വോട്ട് ചെയ്തില്ല, അപ്പം എന്തുകൊണ്ടാണ് എന്നെ, എന്നിട്ടും പിന്നെ എന്താ എന്നെ ബാധിക്കണേ? ഞാനിവിടെയല്ലേ ജീവിക്കണത്. ഇതുപോലത്തെ കാര്യം നിങ്ങൾ പറഞ്ഞത്. ഞാനൊന്ന് ശബ്ദം മാറ്റിന്ന് ഓട്ടുന്ന ഒരു കാര്യം പറഞ്ഞോളൂ. ഇത് തന്നെയാണ് നിങ്ങളും ചോദിക്കണത്. ഇവിടെ ആർക്കാ ഇതിൻ്റെ ആവശ്യമുള്ളത്? അങ്ങനെയല്ലാത്തവർ ജീവിക്കണില്ലെന്ന് ചോദിക്കുക. അല്ല, അങ്ങനെയല്ലാത്തവർ ജീവിക്കുന്നതുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നത്തിൻ്റെ പരിണിതഫലം ഞാനും അനുഭവിക്കണം. എനിക്കിതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയസ്റ്റ് പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓരോ ഗുരുക്കന്മാരെ പോലെയല്ല ഓരോ പൊളിറ്റിക്കൽ പാർട്ടികൾ. ഇന്ന് ഗുരുക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ. അപ്പോഴാണ് ഇപ്പോൾ ഗുരുജി വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതേപോലെ മറ്റുള്ളവരും വിചാരിക്കും എന്തിനാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതുകൊണ്ട് എങ്ങും പോകുന്നില്ല. ഈ ആത്മീയ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും, എനിക്കറിയില്ല. ഞാൻ ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കണ്ടോ? നിങ്ങൾ പറ. കഴിഞ്ഞ എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാം. നിങ്ങൾ എൻ്റെ ചരിത്രം എങ്ങനെയെങ്കിലും പോയി അന്വേഷിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ അത്ര മിടുക്കന്മാരാ. നിങ്ങൾ പോയിട്ട് ഞാൻ ആരെങ്കിലും ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കിയേക്കണമെന്ന് കണ്ടുപിടിച്ചുകൊണ്ടോ? ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്പിരിച്വൽ അവറിൻ്റെ വേദിയിൽ അതും ഭക്ഷണത്തെ ചൊല്ലിയിട്ട് ഇപ്പോൾ തസ്മൈ ഗുരുജിയും അതേപോലെ ചണ്ടാള ബാബയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കം ഉണ്ടാകും. ഞാൻ വാക്കുതർക്കം ഉണ്ടാക്കിയില്ല. അദ്ദേഹം പ്രൊവോക്ഡായി എന്തൊക്കെയോ പറഞ്ഞു, കുറേ ശബ്ദം ഉയർത്തി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ശബ്ദം ഉയർത്തി പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് നോൺ വെജ് കഴിക്കാമെന്നാണ്, അല്ലെങ്കിൽ ശവക്കറി കഴിക്കാമെന്നുള്ളതാണ്. ഞാൻ അതിന് എതിരാണ്. അത് പാടില്ല എന്ന് പറയാൻ 1000 കാരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ കഴിക്കുന്ന ഒരാൾക്ക് ബ്രഹ്മജ്ഞാനം കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാം. പക്ഷെ ഇങ്ങനെ കഴിച്ചു വരുന്ന പല ആളുകൾക്കും ബ്രഹ്മജ്ഞാനം കിട്ടിയെന്ന് അവരും പറയുന്നുണ്ടല്ലോ. അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാം, കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന കാര്യമില്ല. അവരോടൊപ്പം ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അത് പറ്റില്ല എന്ന്. അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് പോലെ അവൻ പറയാൻ തയ്യാറാവണം, എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ ശവക്കറി കഴിച്ച് ജീവിച്ച ആളാണ്, എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയട്ടെ. പറയണില്ലല്ലോ. ഇപ്പൊ പല ആളുകളും പറയുന്നുണ്ട്. എവിടെ? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചണ്ടാള ബാബയല്ല ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ബ്രഹ്മജ്ഞാനി എന്നല്ല, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഗുരുവാണ് ചിദാനന്ദ ഗുരുസ്വാമി. അദ്ദേഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും പറയുന്നു. അദ്ദേഹം പറയുന്നത് ഏത് ആംഗിളിൽ, ഏത് കോണ്ടസ്റ്റിൽ, ഏത് സമയത്ത്, എന്തിനു വേണ്ടി പറഞ്ഞാന്ന് എനിക്കറിയില്ല. ഇത് കഴിക്കാമെന്ന് ഒരു ഗുരുക്കന്മാരും പറയില്ല. ചിദാനന്ദപുരി സ്വാമി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ചിദാനന്ദപുരി സ്വാമി കഴിക്കുന്നുണ്ട് എങ്കിൽ, ഇതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കഴിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനം കിട്ടില്ല. അദ്ദേഹം ഒരു പണ്ഡിതനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹം പറയുന്ന വിഷയങ്ങളിൽ വളരെ നല്ല അറിവുണ്ട്. എക്സെപ്റ്റ് മത്സ്യമാംസത്തെ പറ്റിയിട്ടുള്ള ആ വീഡിയോ ക്ലിപ്പിങ്സിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. കാരണം അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കഴിക്കാമെന്ന് പറയണത്?
ഇത് കഴിക്കുന്നവൻ എല്ലാവരും ഇത് കഴിക്കാൻ തൈരും സാമ്പാറും കഴിച്ചിരുന്ന പിന്നെ ഇവിടെ യുദ്ധം ചെയ്യാൻ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാത്തൊരു ലോകം ഉണ്ടാവുമെന്ന് ഓർത്തുകൊണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ ഇരിക്കും. എങ്ങാണ്ട് കള്ളുകൂടി എല്ലാവരും നിർത്തിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ കള്ളു കച്ചവടം നിൽക്കില്ല എന്നിരിക്കൊണ്ട് പുള്ളി കള്ളുകൂടിയെ സപ്പോർട്ട് ചെയ്യണ പോലെ. ഇവിടെ ആരെങ്കിലും കള്ളുകൂടി നിർത്താൻ പോകണ്ടോ? ഒന്നും നിർത്താൻ പോകണില്ല. ചൗക്കറിയായിട്ട് നിർത്താൻ പോകണ്ടോ? നിർത്താൻ പോകണില്ല. നമ്മൾ സത്യത്തെ പറഞ്ഞാൽ ഒരു 5 തലമുറ കഴിയുമ്പോഴേ ഇതൊന്നും നിർത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്കെല്ലാം ബ്രഹ്മജ്ഞാനം കിട്ടിയെന്ന് നമ്മൾ ഒരിക്കലും പറ്റില്ല. അത് ഒരു ക്വാളിറ്റി മാത്രമാണ്. നമ്മളൊരു ക്വാളിറ്റിയാണ്. അതായത് വേ ഓഫ് ജീവിതത്തിന്റെ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിത രീതിയാണ്. ക്വാളിറ്റി മാറ്റി വെച്ചിട്ട് സനാതന ധർമ്മത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ദൈവത്തിൽ വിശ്വസിക്കാം, കുഴപ്പമില്ല. ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാം, കുഴപ്പമില്ല. വിളക്ക് കത്തിക്കാൻ കുഴപ്പമില്ല, വിളക്ക് കത്തിക്കാതിരിക്കാൻ കുഴപ്പമില്ല. ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ അപ്പുറത്തേക്ക് വന്നിട്ട് മാറി നോക്ക്. ഞായറാഴ്ച പള്ളിയിൽ ചെന്നില്ലേ അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. അവർ പള്ളിയിൽ പിരിവ് കൊടുത്തില്ലേ അവർക്ക് പ്രശ്നമാണ്. നിസ്കരിക്കാൻ കൃത്യമായിട്ട് ചെന്നില്ലെങ്കിൽ അവർക്ക് പള്ളിയിൽ ഒരു ബെനിഫിറ്റും കിട്ടില്ല. അവരുടെ പള്ളിയിലെ ചട്ടങ്ങളനുസരിച്ച് ജീവിച്ചില്ലേ അവർക്ക് കുഴിമാടം പോലും കിട്ടില്ല. ശരിയാണോ അല്ലയോ? അതെ. ഇവിടെ സനാതന ധർമ്മത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ട് ജീവിക്കുന്നവർക്ക് എന്ത് നിർബന്ധമാണ് ഉള്ളത്? അല്ല, അവിടെ മറ്റൊരു വിഷയമുണ്ട്. ഇപ്പോ ഫ്രീഡത്തിന്റെ അങ്ങറ്റമാണ്. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ. നിങ്ങൾ തല കുത്തി നടന്നാലും ഗുരുജി സസ്യാഹാരമാണ് കഴിക്കുന്നത്. ഈ സസ്യാഹാരം എന്ന് പറയുന്നത് ഒരു ജീവനല്ലേ? ആണല്ലോ. അപ്പോൾ അത് കഴിക്കും അതൊരു ശവമായി മാറിയില്ല? അത് മാറുന്നില്ലല്ലോ. ഞാൻ കഴിക്കുന്നത് നിങ്ങൾ ഉദാഹരണത്തിന് വിചാരിച്ചോ വാഴപ്പഴമാണെന്ന്. അതിൽ തന്നെ ഒരുപാട് ഒരു വിഷയം, അതിൽ തന്നെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഇപ്പൊ പുഴുക്കളുണ്ടാവും, അതേപോലെ തന്നെ പല ജീവികളുണ്ടാവും അതിനകത്ത് തന്നെ. അതെല്ലാം നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് ശവമല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് ചോദ്യത്തിന്റെ മുകളിൽ ചോദ്യം പോയാൽ കിട്ടില്ല. ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. അതിനുള്ള സമയമെങ്കിലും എടുക്കണ്ടേ? ഇത് അനുഭവിച്ചാൽ നിസ്സാര സമയം കൊണ്ട് തീരണതാണ്. പക്ഷെ ഇത് അനുഭവിക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യത്തിൽ ഉത്തരം പറയാൻ സമയം തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയും? നിങ്ങൾ വിചാരിച്ചോ ഞാൻ വാഴപ്പഴം മാത്രം കഴിച്ച് ജീവിക്കണം എന്നുള്ളത്. അതിൻ്റെ ജീവൻ എവിടെയായിരിക്കണേ? അതിനകത്താണ്. എവിടെയാണ്? വാഴപ്പഴം കുഴിച്ചിട്ടാൽ പഴം ഉണ്ടാവുമോ? ഇല്ല. ഇല്ല. കണ്ണിലാണ് അതിൻ്റെ ജീവൻ ഇരിക്കുന്നത്. അതിൻ്റെ ബോധം ഇരിക്കുന്നത് പഴത്തിലാണ്. അതിൻ്റെ സാക്ഷി ഇരിക്കുന്നത് കണ്ണിലാണ്. ജീവനും ബോധവും സാക്ഷിയുമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ പാടില്ല. ജീവനും ബോധവുമുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കാം. സാക്ഷിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാൽ കർമ്മഫലത്തെ അനുഭവിക്കും. ഇനി നിങ്ങളത് കഴിക്കുകയോ കഴിക്കാതെ ഇരിക്കുകയോ ചെയ്തോ, അത് അതിൻ്റെ ജീവൻ അവിടെ നിലനിൽക്കും. ബോധം അതിൽ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ മാവേൽ വെക്കുന്ന മാമ്പഴം നോക്കിക്കോ. അത് പഴുത്ത് പൂർണ്ണമായ അതിൻ്റെ ആ കാലയളവ് കഴിയുമ്പോൾ ഞെട്ടറ്റ് താഴേക്ക് വീഴും. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ജീവനും ബോധവും സാക്ഷിയിരിപ്പുണ്ട്. മാംസളമായ ഭാഗമാണ് അതിൻ്റെ ബോധം. ആ ബോധത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാം, അത് ആസ്വദിക്കാം. ജീവനെ നിങ്ങൾ പുറത്തേക്ക് കളഞ്ഞു, അണ്ടിയെടുത്ത് നമ്മൾ എറിഞ്ഞു കളഞ്ഞു. അതിനകത്ത് ജീവനുണ്ട്, സാക്ഷിയുണ്ട്, ബോധമുണ്ട്, ഒക്കെ ഉണ്ട്. അണ്ടി എന്ന ബോധമുണ്ട്, അതിൻ്റെ ജീവനുണ്ട്, അതിൻ്റെ സാക്ഷിയുണ്ട്. ഇപ്പം നിങ്ങൾ ഞാനും നിങ്ങളും പറയുന്നത് തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ടെന്ന്. ഒരു പോത്തിൻ്റെ നിങ്ങളൊരു തുട മുറിച്ചിട്ടാണോ തിന്നണത്? ഒരു കോഴിയുടെ ചെറിയ അതിന് വേദനയുണ്ട്, അത് കുതറിയിട്ട് ഓടും. ഈ പറയുന്ന വാഴയോ അല്ലെങ്കിൽ ഈ പറയുന്ന മാവോ ഇനി ഏതെല്ലാം പച്ചക്കറി ഉണ്ടോ ഒക്കെ നിങ്ങളെടുത്തിട്ട് ചോദിച്ചു, ഓരോന്ന് ചോദിച്ചു. ഞാൻ അതിന് വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ വാഴ വെട്ടിയാലും വെട്ടിയില്ലെങ്കിലും അത് വളർച്ച പൂർത്തിയായി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തണ്ട് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അത് പതുക്കെ ചാഞ്ഞു തരും. പിന്നെ കീപ്പോട്ട് ഇരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് തിന്നോ. പിന്നെ നിങ്ങൾ കച്ചവടം ചെയ്യണോ, അത് നിങ്ങളുടെ ഇഷ്ടം. അല്ല, എല്ലാ ജീവികൾക്കും ഒരു മരണമുണ്ടല്ലോ. ആ മരണമല്ല അത്. അങ്ങനെ നിങ്ങൾ മരിച്ചിട്ടാണോ നിങ്ങൾ തിന്നണത്? ഒരു പോത്ത് ചത്ത് കഴിയുമ്പോൾ നിങ്ങൾ എടുത്ത് തന്നെ ഇല്ല. ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്, മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതിനകത്ത് ഒരു ബ്രഹ്മജ്ഞാനി വേറൊരു ബ്രഹ്മജ്ഞാനിയെ കാണാൻ ചെല്ലുന്നിടത്ത് അതിനകത്ത് മാംസം വിൽക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. മാംസം വിൽക്കുന്ന സ്ഥലത്താണ് ഒരു ബ്രഹ്മജ്ഞാനി മറ്റൊരു ബ്രഹ്മജ്ഞാനിയെ കാണാൻ ചെല്ലണത്. അദ്ദേഹം പറയാണ്, ഞാനൊരു ജീവിയെ കൊല്ലുന്നുമില്ല, ഞാനൊരു ജീവിയെ അതിനെ ഭക്ഷിക്കുന്നുമില്ല. ചത്തുപോയ ജീവിയെ കഴിക്കാനുള്ളവന് വെട്ടിക്കൊടുക്കുകയാണ്.
അത് എന്ത് ജീവിയാന്ന് പറഞ്ഞിട്ടില്ല. പോത്തെന്നോ ആടെന്നോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. മാംസം എന്നൊരു വാക്കേ പറഞ്ഞുള്ളൂ. മാംസം എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവും. അല്ലാണ്ട് പോത്ത്, പന്നിക്കട, കോഴിക്കട, താറാവ് കട എന്നും പറയുന്ന കടയൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ ആളുകൾ എന്തെങ്കിലുമൊക്കെ എന്ത് വേണമെങ്കിലും പറയുന്നു. നമുക്ക് ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യം. ഈ ദേവതാ സങ്കല്പങ്ങളും അവർ കഴിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടില്ല. ഇപ്പോൾ ശക്തി ഉപാസന എപ്പോഴും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഗുരുതിയുണ്ട്. കോഴിയെ ഗുരുതി കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ആടിനെ ഗുരുതി കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. ആദ്യ കാലം തൊട്ടുള്ള കേരളത്തിൻ്റെ പൂജാ സംസ്കാരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാളിയും ചാത്തനും ഒക്കെ ആയിരുന്നു എൻ്റെ സംസ്കാരങ്ങൾ വന്നത്. പിന്നീടാണ് ആര്യ സംസ്കാരങ്ങൾ വന്ന് പിന്നീട് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എന്നാലും ഇപ്പോഴും ഈ ശക്തി ഉപാസന കേരളത്തിൻ്റെ പല ഭാഗങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഗുരുതി ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. ഞാനേ നിങ്ങൾക്കറിയാവുന്ന ഒരു സംശയം ചോദിക്കാം. കോഴിക്കോട്, തിരുവനന്തപുരം ചില ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രകൃതി വിരുദ്ധമായിട്ട് ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണോ? പുരാണങ്ങളിൽ അവരെ പറ്റി പറയുന്നില്ലേ? അത് ഞാനതല്ല ചോദിച്ചത്. അവരെ പറ്റി എവിടെ പറയുന്നു? ഇപ്പോൾ ശിഖണ്ഡികളായിട്ടുള്ള ആളുകളെ ശിഖണ്ഡി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശിഖണ്ഡി അല്ല. ഇതല്ല ആ ശിഖണ്ഡി. അതിനെയൊക്കെ വ്യാഖ്യാനിച്ച് വേറെ രൂപത്തിലേക്ക് ആക്കിയിട്ട് അതാണ് ശിഖണ്ഡി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഇതൊരു മനോരോഗമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 12 മണി 1 മണി ആകുമ്പോൾ കോഴിക്കോട് സൈഡിൽ എവിടെയെങ്കിലും ഒരു കുറച്ച് പെട്ടിക്കടയുള്ള ഭാഗത്ത് പോയി നിന്നിട്ട് ഒരു കട്ടൻ ചായ മേടിച്ച് കുടിച്ചുകൊണ്ട് മൂത്രം ഒഴിക്കാൻ പോയി നോക്കും. ഓടി വന്ന് നമ്മളെ ആളെ കയറി പിടിക്കും. ഇതെന്ത് തരത്തിലുള്ള പുരാണങ്ങളിൽ പറഞ്ഞേക്കണം? ഇതൊരു മാനസിക വൈകല്യമാണ്. ഓരോ ജീവിത രീതികൾ ആളുകളെ പുതിയത് അവലംബിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ പുരാതന കാലം മുതൽ എന്നൊക്കെ പറഞ്ഞ് ഇതിനെയൊക്കെ ചമച്ച് കെട്ടിക്കൊണ്ട് വന്നാൽ നമുക്ക് വല്ലതും പറയാണ്ട് ഒന്നുമില്ല. ഒരു പ്രത്യേക തരം ആളുകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സ്വഭാവവും രീതികളൊക്കെ വരികയാണ്. അത് വരാനുണ്ടാവുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിലും മനുഷ്യന് സംതൃപ്തിയില്ല. ഹോർമോണൽ ഡിസീസുകളാകാം. ഇതൊക്കെ വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? കാലഘട്ടത്തിനനുസരിച്ച് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ലേ? ഇല്ലെന്നേ, അങ്ങനെയല്ല. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മുടെ പ്രകൃതിയിൽ കണ്ടമാനം വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് മുഴുവൻ അതേപോലെയുള്ള സാധനങ്ങളാണ്. നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻ അതേപോലെയാണ്. ഈ ഇൻഫർമേഷൻ്റെ ബേസിലാണ് നമ്മൾ ജീവിച്ചു പോണത്. നമുക്ക് പ്രകൃതിയുടെ രീതിയിൽ ജീവിക്കാൻ ഒരു ഭാഗ്യം നമുക്കുണ്ട്. പിന്നെ എന്തിനാ പ്രകൃതി അവിടെ വാക്കിൽ തന്നെ വിരോധാഭാസം കിടപ്പുണ്ടില്ലേ? പ്രകൃതി വിരുദ്ധമായി ജീവിക്കുന്നു. അതും മനുഷ്യൻ തന്നെ പറഞ്ഞുണ്ടാക്കിയതല്ലേ? ഇങ്ങനെയൊക്കെ മനുഷ്യൻ പറഞ്ഞുണ്ടാക്കാൻ കാരണം എന്താ? പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുന്ന കാണുമ്പോഴാണ് പ്രകൃതി വിരുദ്ധം എന്ന് പറയണത്. ഇതെപ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയെന്നറിയോ? നിങ്ങളുടെ മക്കൾ ഇതേ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരും. പുറത്തൊരാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ന്യൂസാ കഥയാണ്. ഒരിക്കലും വിഷമം തോന്നില്ല. എൻ്റെ മുന്നിൽ മാതാപിതാക്കൾ വന്നിരുന്ന് കരയണം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഗുരുജി, അവൻ ഒരു പെൺകുട്ടിയായിരുന്നു കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഒരു കരഞ്ഞുകൊണ്ട് പറയണതാണ്. എന്തൊക്കെയാ കാണിച്ചു കൂട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ ഇരുന്നുകൊണ്ട് എണ്ണിപ്പറക്കി കരയുക. കർമ്മഫലം, അല്ലാണ്ട് നമ്മളെന്ത് പറയാനാ? സ്വഭാവം എന്താ കാര്യം എന്നറിയോ? അമ്മയിലുള്ളല്ല, അച്ഛൻ്റെ വാസനയാണ് വന്നേക്കണത്. അച്ഛനതൊക്കെ പറയുമ്പം അവനുമായിട്ട് ഇതിങ്ങനെ ഇരിക്കുക. ഒരക്ഷരം മിണ്ടണല്ല. ഞാൻ വെറുതെ ഒന്ന് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ച് എന്നെ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു. ഇങ്ങനെ 1 മിനിറ്റ് ഒന്ന് നോക്കിയുള്ളൂ. എന്നിട്ട് പറഞ്ഞു, അമ്മേ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കണേന്ന് പറഞ്ഞു. ഞാൻ അല്ലാണ്ട് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഇവർ ചെയ്ത കർമ്മഫലത്തിന് അതിലൂടെ അവിടെ തന്നെ കിട്ടുകയാണ്. ഞാൻ എൻ്റെ ഭാര്യയെ വീട്ടിലിട്ടുകൊണ്ട് ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നാട്ടിൽ നിന്ന് പലയിടത്തുനിന്നും ദുഃഖവും പ്രശ്നങ്ങളും പരാധീനതകളും ഒക്കെ ഉണ്ടാവും. എനിക്ക് ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിക്കും. നേരെ മറിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയെ ധർമ്മത്തിൽ വളർത്തി നല്ല സ്നേഹത്തോടെ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സമൂഹത്തിൽ എല്ലായിടത്തും നല്ലത് സംഭവിക്കും. എല്ലാം വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്, നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതിനാണ് ആത്മീയത എന്ന് പറയുന്നത്. എനിക്ക് മാത്രം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ ഭൂമി. നല്ലതായിട്ട് നടക്കുന്ന എത്രയോ ആളുകൾക്ക് കുട്ടികളില്ലാത്ത അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ കിട്ടിയ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുടുംബങ്ങളുണ്ട്. എങ്ങനെ? ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്.
അവർക്ക് പല ആളുകൾക്കും ചില ആളുകൾക്ക് കുട്ടികൾ ജനിക്കാത്ത അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇതെല്ലാം കർമ്മഫലത്തിൻ്റെ ഭാഗമാണ്, അല്ലാതെ ഒന്നും ഈ ഭൂമിയിൽ വന്നില്ല. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം കർമ്മഫലത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ വിശ്വസിച്ച് പോയാൽ അങ്ങനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഇതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം? നമ്മൾ നോക്കാം, എന്തിനാണ് റോഡിൽ സിഗ്നൽ വെച്ചേക്കണത്? വാഹനങ്ങൾ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെന്തിനാണ് ലൈസൻസ് സംവിധാനം വെച്ചേക്കുന്നത്? നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ RTO ഓഫീസിൽ 500 രൂപ കൊടുത്ത് ആൾക്കാർ മുഴുവൻ ലൈസൻസ് മേടിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി. ഇപ്പോൾ എന്ത് സിഗ്നൽ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഈ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഇല്ലേ? ഇത് കർമ്മഫലമല്ല, ഇത് നമ്മൾ വരുത്തി കൂട്ടിയുണ്ടാക്കിയ ഒരു വിപത്താണ്. വെറും 500 രൂപ കൈക്കൂലിക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ ആർത്തിയുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഈ ലൈസൻസ് കൊടുക്കലൊന്ന് സ്ട്രിക്റ്റ് ആക്കിയിരുന്നുവെങ്കിൽ ഈ അപകടങ്ങൾ എന്തോരം ഒഴിവായേനെ. ഞാൻ പറയുന്നത് 100% നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലേ? ഈ പ്രശ്നത്തിൻ്റെ കാരണക്കാരാരാ? നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും, RTO ഓഫീസിൻ്റെ നിയമപാലകർ ആണല്ലോ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കാണുന്ന നാശത്തിന് മുഴുവൻ കാരണം. റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റില്ലാത്ത പരിപാടി ഇവർ ടഫാക്കിക്കോട്ടെ. ലൈസൻസ് കൊടുക്കൽ ഞാനും തയ്യാറാണ്, കഷ്ടപ്പെട്ട് ലൈസൻസ് എടുക്കാൻ. ഞാൻ കൈക്കൂലി കൊടുത്ത് മേടിച്ച ആളല്ല. ഞാൻ പെരുമ്പാവൂർ RTO ഓഫീസിലാണ് ഞാൻ ലൈസൻസ് എടുക്കാൻ പോയത്. എന്നെ 3 പ്രാവശ്യം അവർ തോൽപ്പിച്ചു. ഞാൻ അവിടുത്തെ RTOനോട് പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ പൊന്നു സാറേ, ഞാൻ കൈക്കൂലി ഒന്നും എനിക്ക് ലൈസൻസ് എടുക്കില്ല, സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓട്ടോറിക്ഷ മേടിച്ചു. ഇപ്പം ലൈസൻസ് എടുത്തിട്ട് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ വേണ്ടി കൂലിപ്പണിക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, എനിക്കത് എടുക്കണം. ഞാൻ കൈക്കൂലി കൊടുത്തില്ല, അത് എൻ്റെ വാശിയാണ്, അല്ലെങ്കിൽ അത് എൻ്റെ നിഷ്ഠയാണ്, ഞാൻ കൊടുക്കില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി ഞാൻ കൈക്കൂലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ആരോടാ പ്രതിബദ്ധതയുള്ളത്? ഇതിങ്ങനെ ഓരോരുത്തരും ചെയ്യലും മേടിക്കലും കൊടുക്കലും ആകുമ്പോൾ സമൂഹത്തിൽ മുഴുവൻ ബുദ്ധിമുട്ട് വന്നു. അതേ ചോദ്യം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരണത്. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് തോന്നിവാസം ജീവിക്കുന്നതുകൊണ്ട് സമൂഹത്തിൽ വലിയ ബുദ്ധിമുട്ട് വരും. അതാണ് ഈ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ ആരെങ്കിലും തോണ്ടി പിടിച്ചു എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും കണ്ടാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരും. നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ വരും. അല്ല, ഒരേ സമയം നമ്മൾ ഇതിനെ എല്ലാം കർമ്മഫലം എന്ന് പറയുമ്പോഴും പറ്റില്ല. ഇത് കർമ്മഫലമല്ല. ഞാൻ കൊച്ചായിരിക്കുമ്പോൾ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കൊല്ലത്ത് വെച്ച് ബസ്സിൽ നിന്ന് ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ചൈൽഡ് അബ്യൂസിങ് നമുക്ക് പറയുമ്പോൾ നല്ല സുഖമാണ്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അതൊരു മനോരോഗം അല്ലാണ്ട് എന്താ അത്? എൻ്റെ കൂടെ ആരും ഇല്ലയെന്ന് ആ വ്യക്തിക്ക് അറിയാം. അവിടെ നിന്ന് മുതലേ നിരന്തരം നമ്മളിട്ടുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ എന്താ ചെയ്യണത്? ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പരാതിപ്പെടാൻ പോയത് ഞാൻ ആദ്യമായിട്ടാണ് പേരെന്ന് പറയണ പോലും. ഇങ്ങനെ ഓരോ വൈകല്യങ്ങളെയും ഈ ചാബല്യങ്ങളെയും സമൂഹത്തിൽ നടക്കുന്ന വൃത്തികേടും കണ്ട് അതിൻ്റെ ഇടയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നന്നാവണമെന്ന് ശ്രമിച്ചതിനകത്ത് എന്ത് തെറ്റാ ഉള്ളത്? അല്ല, അത്തരത്തിലുള്ളൊരു മനോവൈകല്യം ആകാം. പക്ഷേ ഇത്തരത്തിൽ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരു സ്ട്രൈനത വരുന്നത് ഒരു ഹോർമോണൽ ഡിസീസ് ആയിക്കൂടെ? ഞാൻ മൈനോറിറ്റി ആയിട്ടുള്ള അവരുടെ കാര്യമല്ല പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്ത ആളുകളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മളെപ്പോഴും അങ്ങനെയുള്ള ഏതെങ്കിലും 1ഓ 2ഓ കേസിനെ പിടിച്ചിട്ട് നമ്മൾ എല്ലാറ്റിനും പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ, ഈ സമൂഹത്തിൽ മദ്യപാനമുണ്ട്, ഈ സമൂഹത്തിൽ വ്യഭിചാരമുണ്ട്, ഈ സമൂഹത്തിൽ എല്ലാം ഉണ്ട്. ഞാൻ 22 വർഷത്തോളം ജീവിച്ചത് ബോംബെ മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ്. ഒരു പ്രാവശ്യം പോലും ഞാൻ കമാട്ടിപ്പുരം എന്താണെന്ന് കാണാൻ ഞാൻ പോയിട്ടില്ല. സിനിമാ തിയേറ്ററൊന്നുമല്ല പോയി കാണാൻ. എനിക്ക് കാണണമെന്ന് ആഗ്രഹം തോന്നിയിട്ടില്ല. ഇനിയോട്ട് കാണുകയും വേണ്ട, അതോട്ട് അനുഭവിക്കുകയും വേണ്ട. ഞാൻ ആ വഴിക്ക് ചിന്തിച്ചിട്ടുമില്ല, പോയിട്ടുമില്ല. കാരണം എന്താ? അത് എനിക്ക് പറ്റിയതല്ല എന്ന് തീരുമാനിക്കാൻ എനിക്കറിയാം. നേരെ മറിച്ച് ഞാൻ കള്ള് ഷാപ്പിൽ പോയിട്ടുണ്ട്, മീൻകറി കൂട്ടി കപ്പ് തന്നിട്ടുണ്ട്, കള്ള് കുടിച്ചിട്ടുണ്ട്. അത് ലൈസൻസോട് കൂടി നമ്മുടെ റോട്ടിൽ വെച്ച് ഇങ്ങനെ വിൽക്കുക, സർക്കാർ വിൽക്കണതാണ്. ഇതെന്താണ് ഇതിനകത്ത് നമുക്കറിയണ്ടേ? അതിൽ നിന്നൊന്നും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ അത് ഉപേക്ഷിച്ചു. അത് നമുക്ക് കൊള്ളില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മളതിനെ ത്യജിച്ചു. അതിൽ നിന്നും മുക്തി നേടി എങ്ങനെ നന്നായിട്ട് ജീവിക്കാൻ ഞാൻ സ്വയം പഠിക്കുക ചെയ്ത്. എൻ്റെ ജീവിതത്തിൽ ഓരോ പാഠങ്ങളിലൂടെ, ഓരോ ഘട്ടത്തിൽ കടന്നുപോയ ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ ഓരോന്ന് പഠിച്ചാണ് ഞാൻ ഇന്ന് ഈ ബ്രഹ്മജ്ഞാനത്തിലെത്തിയത്.
ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ജീവിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കി, ആ മനസ്സിലാക്കിയ കാര്യം ഞാൻ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുകയാണ് അങ്ങനെ ജീവിച്ചാൽ എന്താ കുഴപ്പം, ഇങ്ങനെ ജീവിച്ചാൽ എന്താ കുഴപ്പം. അതിന് ഉദാഹരണമല്ലേ ഞാനിരുന്ന് ഈ പറയണത്. അങ്ങനെ ജീവിച്ചാൽ, ഇങ്ങനെ ജീവിച്ചാൽ, അപ്പുറത്തെ കൂടെ പോയാൽ, ഇതെല്ലാം നമുക്ക് കർമ്മഫലമായിട്ട് പിന്നീട് കാണേണ്ടി വരും.